സിനിമാ ജീവിതത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തിയ ജോസഫ് വിജയ് തമിഴക രാഷ്ട്രീയത്തിലും ഹിറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയിൽ അവതരിപ്പിച്ച കന്നി ബഡ്ജറ്റിൽ തന്നെ ജനപ്രീതി പിടിച്ചുപറ്റുകയാണ് ടി.വി.കെ. സർക്കാരും വിജയും. പ്രചാരണ ഘട്ടത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഓരോന്നായി നടപ്പാക്കുന്നതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തും വികസന രംഗത്തും AI രംഗത്തും വമ്പൻ പ്രഖ്യാപനങ്ങളാണ് തമിഴ്നാടിന്റെ ടി.വി.കെ. ഉറപ്പു നൽകിയിരിക്കുന്നത്. വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ടി.വി.കെയുടെ കന്നി ബഡ്ജറ്റിലുള്ളത്. തമിഴ്നാടിനെ അടുത്ത 10 വർഷത്തേക്ക് പിടിച്ചടക്കാനുള്ള എല്ലാ നീക്കങ്ങളും വിജയ് നടപ്പിലാക്കി കഴിഞ്ഞു. രാജ്യത്തെ ആദ്യ AI ഇന്നോവേഷൻ നഗരം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അറിവകം എന്ന് പേരിട്ടിരിക്കുന്ന നഗരം AI ഡീപ് ടെക് വികസനത്തിനായിരിക്കും പ്രാമുഖ്യം നൽകുക. AI സർവകലാശാല, അന്താരാഷ്ട്ര നൈപുണ്യ വികസന കേന്ദ്രം, സെമി കണ്ടക്ടർ ഹാർഡ്വെയർ ടെസ്റ്റിംഗ് ലാബ്, മൾട്ടി ഡൊമൈൻ ഇന്നോവേഷൻ ഇൻക്യുബേറ്ററുകൾ, ആധുനിക റെസിഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇതിലുണ്ടാകുമെന്ന് ധനമന്ത്രി സഭയിൽ പറഞ്ഞു. മാത്രമല്ല, +1 വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകുന്ന പദ്ധതിയും ബഡ്ജറ്റിലുണ്ട്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്ന ബഡ്ജറ്റാണ് ടി.വി.കെ. സർക്കാർ അവതരിപ്പിച്ചത്. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്ക് 1 ഗ്രാം സ്വർണ്ണമോതിരവും, വിവാഹിതരാകുന്ന യുവതികൾക്ക് 1 പവനും പട്ടസാരിയും, വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പുകൾ, ബ്രാൻഡഡ് സൈക്കിളുകൾ, ഹെൽമറ്റുകൾ, വാട്ടർ ബോട്ടിലുകൾ തുടങ്ങിയ വൻ പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റിലുള്ളത്. ഇത് വിജയിയെ കൂടുതൽ ജനകീയമാക്കുകയാണ്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ടി.വി.കെ. സർക്കാരിന്റെ കന്നി ബഡ്ജറ്റ് ധനമന്ത്രി N. മേരി വിൽസനാണ് അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിന് 10 ഒളിമ്പിക്സ് എക്സലൻസ് സെന്ററുകൾ നിർമ്മിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. ഇതിനായി 50 കോടി രൂപയാണ് ബഡ്ജറ്റിൽ നീക്കിവെച്ചത്. സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് അരൻ എന്ന പേരിൽ ഷെൽട്ടർ ഹോം പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. താമസം, ഭക്ഷണം, കൗൺസിലിംഗ് തുടങ്ങിയവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2031 5 ലക്ഷം യുവാക്കൾക്ക് AI പരിശീലനം നൽകുമെന്നും 12 ലക്ഷത്തോളം വരുന്ന കോളേജ് വിദ്യാർത്ഥികൾക്കും 1 ലക്ഷത്തോളം വരുന്ന തൊഴിലില്ലാത്ത യുവാക്കൾക്കും നൈപുണ്യ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്നും സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. അതേസമയം തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രഖ്യാപിച്ച സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നും ബഡ്ജറ്റിൽ ഉണ്ടായില്ല. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ആദ്യ ബഡ്ജറ്റിൽ തന്നെ സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. 1 വർഷം 6 ഗ്യാസ് സിലിണ്ടറുകൾ ഒരു കുടുംബത്തിന് നൽകുമെന്ന പ്രഖ്യാപനത്തിലും യാതൊരു വിധത്തിലുള്ള പരാമർശവും ഉണ്ടായില്ല. സ്ത്രീകൾക്കുള്ള പ്രതിമാസ ധനസഹായ തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിന് ശുഭകരമല്ല തമിഴ്നാട് നൽകുന്ന ബഡ്ജറ്റ്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർത്തുമെന്നാണ് ബഡ്ജറ്റിലെ കേരളത്തിനുള്ള തിരിച്ചടി. പുതിയ ഡാം കെട്ടുന്നത് നടപ്പിലാക്കില്ല എന്നും വിജയ് നേരത്തെ പറഞ്ഞിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് ഭീഷണി നേരിടുന്ന മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിജയ് ഇങ്ങനെ സംസാരിക്കുന്നതിൽ കേരളത്തിലെ വിജയ് ആരാധകരിൽ നിന്നും കടുത്ത വിമർശനമാണ് ഉയരുന്നത്.